ചോറിന് കൂട്ടാൻ നമുക്ക് മീൻകറി ഇല്ലെന്നാണെങ്കിലില്ല പിന്നത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മുട്ട അല്ലെങ്കിൽ ഉപ്പുമീൻ കക്ക ഇതിലേതെങ്കിലും ആയിരിക്കും കേട്ടോ. അപ്പോൾ അതേ നമുക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നല്ല ഫ്രഷ് കക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ രാത്രിത്തെ കറി കക്കയും രസവുമാണ് കേട്ടോ. വലിയ കക്കയാണെങ്കിൽ മാത്രം ഞാൻ അഴുക്ക് കളയാൻ നിൽക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഈ മെനക്കെട്ട പണിക്ക് നിൽക്കൂല. ഈ ചെറുതിൻ്റെ കളഞ്ഞ് വരുമ്പോഴത്തേക്കും ഇല്ല നേരം വെളുക്കും. ഇന്നിപ്പോൾ അതേ കഴുകി വാരിയിട്ട് ഞാൻ ചീനച്ചട്ടിക്കകത്തോട്ട് ഇട്ടിട്ട് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് തിരുമ്മിയിട്ട് അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. ചെറുതിൻ്റെ ആയതുകൊണ്ട് ഞാൻ അഴുക്ക് കളഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ ധാരാളം വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൂട്ടത്തിൽ ഇതേ ഇത്തിരി രസവും വെച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ തുള്ളിക്കോളം പരിപ്പ് ഞാൻ നമ്മുടെ കുക്കറിലൊന്ന് പാപ്പം പോലെ അടിച്ചെടുത്തിട്ട് തക്കാളി അരിഞ്ഞതിൻ്റെ അകത്തോട്ട് വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ കുരുമുളകില്ലേ മുഴുവൻ കുരുമുളകും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടിയും പിന്നെ ഈ പരിപ്പും കൂടി ഇട്ട് ഉപ്പും ഇട്ട് കൈ വെച്ച് നന്നായിട്ട് തിരുമ്മി കൊടുക്കണം കേട്ടോ. കൈ വെച്ച് തന്നെ തിരുമണം. എന്നിട്ട് നമ്മുടെ വാളംപുളിയുടെ വെള്ളം കൂടെ ഒഴിച്ച് മല്ലിയിലയും ചേർത്ത് അടപ്പത്തോട്ട് വെക്കാം. വെട്ടി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് കായപ്പൊടി ഇട്ടെടുക്കാം കേട്ടോ. അവസാനം കടുകും കൂടി വറുത്തിടാം. നമ്മുടെ കക്ക വറുത്തതും രസമൊക്കെ റെഡി ആയിട്ടുണ്ട്. കൂട്ടത്തിലൊരു നെല്ലിക്കയും ഇത് മൂന്നും കൂടി ആകുമ്പോഴത്തേക്ക് നാളത്തേക്ക് ശരിയാകും. അപ്പോൾ അത്രയുള്ള